മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന റവറൻഡ് ഡോക്ടർ അലോഷ്യസ് സത്യനേശൻ അച്ഛനെയും ഞങ്ങളുടെ ഇടവക വികാരി സ്നേഹ ബഹുമാനമുള്ള അജീഷ് അച്ഛനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുനാൾ നേർച്ചയായി നടത്തുന്ന ശ്രീ ആൽബി അലക്സാണ്ടറിന്റെ എല്ലാ നിയോഗങ്ങളും Yeah.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ തിരുമനസ്സ് വിശ്വസ്തയാകുന്ന മനസ്സുകളിൽ സൂക്ഷിക്കാനും ഭക്തകൃത്യങ്ങളാൽ പ്രകടമാക്കാനും ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുള്ള പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടവരണമേ. പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല. പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരുണ്ടായിരുന്നു. അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തേണമേ, അഗ്നിയിൽ മെഴുക് ഉയരുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ, ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ. അവർ ആനന്ദം കൊണ്ട് മരമറക്കട്ടെ, ദൈവത്തിന് സ്തുതി പാടുവിൻ, അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവം തന്റെ ഇഷ്ടനിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇട കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവരെ അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന്മാർ അവിടത്തോട് പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നതെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വഴിക്ക് ചിത്രീകരിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവാൻ ഞാൻ
ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. നമ്മൾ ഇന്ന് മുതൽ വരുന്ന ഞായറാഴ്ച വരെ അനുദിന ദിവ്യബലിയും ദേശീയ പ്രാർത്ഥനകൾ നാമത്തെ വായനയെ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ്, ഒരു പേരാണ് പരിശുദ്ധാത്മാവ്. ഒരു വിഷയം തിരുനാൾ മെയ് മാസത്തിൽ നിന്ന് മാറ്റി ജൂൺ മാസത്തിലേക്ക് വയ്ക്കുമ്പോഴും കൂടുതൽ പ്രാധാന്യം ഈ പെന്തക്കോസ്ത് തിരുനാളുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെന്തക്കോസ്ത് തിരുനാളിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വചനചിന്ത നടത്തുകയും അല്പം ബുദ്ധിമുട്ടാണ്. എന്തായാലും എല്ലാ വിശുദ്ധരും, വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ ജോർജ് ആയിരുന്നാലും നമ്മൾ വണങ്ങുന്ന ഏത് വിശുദ്ധനായിരുന്നാലും അവരെല്ലാവരും നമ്മെ നയിക്കുന്നത് കർത്താവിലേക്കാണ്, പരിശുദ്ധ തൃത്വത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച നമ്മൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ, കർത്താവിന്റെ ആത്മാവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് എപ്പോഴും ശക്തി തരുമെന്ന്, അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വരുന്ന നിമിഷങ്ങൾ നമുക്ക് ചെലവഴിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മളൊരു ചോദ്യം പ്രകാരം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് മറുപടിയായിട്ട് ഇല്ല എന്ന്. പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ, ദിവ്യബലിയായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബയോഗങ്ങളിലൊക്കെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോഴായിരുന്നാലും, വലിയ കുരിശടയാളമായിരുന്നാലും ചെറിയ കുരിശടയാളമായിരുന്നാലും അവിടെ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഋത്വസ്തുതിയും ചൊല്ലാറുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ നീക്കുമ്പോഴേ ഈ പേര് നമ്മൾ ഒരു ദിവസം നമ്മൾ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ആവർത്തിക്കപ്പെടുന്നതാണ്. മാത്രമല്ല, ഞായറാഴ്ചകളിൽ ദിവ്യബലിക്ക് പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മൾ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ചെറിയ വിശ്വാസ പ്രമാണം പറയുന്നത് അറിയപ്പെടുന്നത് അവിടെ ഈ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നമ്മൾക്ക് ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം പുതിയ നിയമം അല്ലെങ്കിൽ കർത്താവ് തന്നെ, യേശുനാഥൻ തന്നെ അത്തരത്തിൽ നമുക്ക് പഠനം നൽകിയിട്ടുണ്ട്, നമുക്ക് ബോധന നൽകിയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ചില സൂചനകളൊക്കെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് വ്യതിരിക്തനായ ഒരു വ്യക്തിയാണ് പരിശുദ്ധ തൃത്വത്തിലെ ഒരു മൂന്നാമത്തെ വ്യക്തി എന്നൊന്നും അവിടെ ഒന്നും പരാമർശിക്കുന്നില്ല. അവിടെ ത്രിയേക ദൈവത്തെ പറ്റിയുള്ള സൂചനകൾ അല്പം വ്യക്തതയില്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവ്യക്തതയ്ക്ക് കാരണം? തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഏകദൈവത്തിൽ വിശ്വസിക്കേണ്ട, യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് കർത്താവ് തന്നെ അവരെ വിളിച്ച് ഒരുക്കിക്കൊണ്ടുവരികയാണ്. അവരുടെ ചുറ്റുമുള്ള സാഹചര്യം ഇതിൽ വളരെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. വിജാതീയരായി ചുറ്റപ്പെട്ട പ്രദേശത്താണ് അവർ വസിച്ചത്. മാത്രമല്ല, ഈജിപ്തിനായിരുന്നപ്പോഴും അല്ലെങ്കിൽ അവർ കനാൻ ദേശത്തേക്ക് വരുന്ന ഈ യാത്രയിലും വിപ്രവാസത്തിലേക്ക് പോകുന്ന സമയത്തുമെല്ലാം വിജാതീയ ദേവന്മാരെ ആരാധിക്കുന്ന ഒരു
അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഒന്നിലധികം ദേവന്മാരെ ആരാധിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മോശ ഫലങ്ങൾ സ്വീകരിക്കാനായിട്ട് മലയിലേക്ക് പോകുന്ന സമയത്ത് ഇസ്രായേൽ ജനം പോലും അഹ്റോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസം ആ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ജനതകൾ പുലർത്തിയിരുന്ന ആരാധനാ രീതിയാണ്. എന്നാൽ തന്റെ ജനം ഏകദൈവത്തിൽ തന്നിൽ മാത്രം വിശ്വസിക്കണമെന്ന്, സർവശക്തനായ തന്നിൽ മാത്രം വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർക്ക് 10 കൽപ്പനകൾ നൽകുന്നത്. ഏകദൈവത്തെ ആരാധിക്കുന്ന ഒരു കാരണവശാലും മറ്റു ദേവന്മാരുടെ പിറകെ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ചില ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ ഒരു നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് പോലെ കർത്താവ് പഠിപ്പിച്ചതുപോലെയുള്ള ആ ഒരു തൃത്വത്തെ പറ്റിയുള്ള പഠനങ്ങളൊന്നും കാണുന്നില്ല. എങ്കിൽ തന്നെയും പുത്രനെ പറ്റിയുള്ള സൂചന നമ്മൾ ആദ്യം കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. നിന്റെ സന്തതിയും അവന്റെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. പാപത്തിന് ശേഷം ദൈവം ഈ ആദിമാതാക്കളെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമെങ്കിലും അവിടെ നിന്ന് അവരെ നിത്യമായ നാശത്തിലേക്ക് തള്ളിവിടുന്നില്ല. ഒരു പ്രതീക്ഷ നൽകുകയാണ്, നിന്റെ സന്തതി അവന്റെ തല തകർക്കും. ഈ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ ഒരു വാക്യം നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ദൈവം വിടുന്നത്. അപ്പോൾ അവിടെ ആ സ്ത്രീ എന്ന് പറയുന്നത് കന്യകാമറിയത്തെ പ്രതിദാനം ചെയ്യുകയും സർപ്പത്തിന്റെ തല തകർക്കുന്നവൻ അല്ലെങ്കിൽ ശത്രുവിന്റെ പിശാചിനെ കീഴ്പ്പെടുത്തുന്നവൻ ക്രിസ്തുവാണെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാമത്തെ വ്യക്തിയെ പറ്റി ആദ്യത്തെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ട്. കർത്താവിന്റെ ചൈതന്യം ജലത്തിന്മേലുണ്ടായിരുന്നു, ജലത്തിന്മേൽ ആവഹിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു വചനം നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കൂടുതൽ സ്പഷ്ടമായിട്ട് കാണുന്നത് പ്രവാചകന്മാരുടെ പ്രഘോഷണങ്ങളിലാണ്. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെബ്രായ പദം ഉപയോഗിച്ചിരുന്നു. നമ്മൾക്ക് ഒരുപക്ഷെ ക്രിസ്ത്യൻ ചാനലുകളൊക്കെ കാണുന്നവർക്ക് അതുമായിട്ട് സാമ്യമുള്ള ഒരു പദം ഉപയോഗിക്കുന്നത് അതിന് ഷെക്കീന എന്നാണ് പറയുന്നത്. ഷെക്കേന എന്നൊക്കെ പറഞ്ഞിട്ട് ഷെക്കേന ചാനൽ നമ്മൾ ക്രിസ്ത്യൻ ധ്യാനത്തിലേക്ക് ധ്യാനവും പ്രസംഗങ്ങളും കുർബാനകളുമാണ്. അപ്പോൾ ഈ ഷെക്കീന എന്ന പദമാണ് പ്രവാചകന്മാർ ദൈവസാന്നിധ്യത്തെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിന് അർത്ഥം അത് വാച്യാർത്ഥം ഒക്കെയാണ്. ഈ ഹെബ്രായ പദത്തിന്റെ വാച്യാർത്ഥം കാറ്റും മേഘപ്രകാശം എന്നൊക്കെയാണ്. അത് ബൈബിൾ പണ്ഡിതന്മാര് ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ട് റൂഹ എന്ന പദം ഉപയോഗിക്കുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം, ആത്മാവ്, കാറ്റ് എന്നത് തന്നെയാണ് അതിന് അർത്ഥം നൽകുന്നത്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെയാണ് അതിന് വ്യാഖ്യാനം നൽകുന്നത്. നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് ചില പാട്ടുകൾ റൂഹായി പാവനമായി പറയുന്നത് പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നത് പ്രവാചകന്മാർ. മാത്രമല്ല ഈ റൂഹ വഴി ദൈവത്തിൻ്റെ വിശ്വാസം വഴി ജീവൻ ഉത്പാദിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ സന്നിഹിതനാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നെ സന്നിഹിതനാണ്, പരിശുദ്ധ ആത്മാവ് വഴി റൂഹ വഴി സന്നിഹിതനാണെന്നൊക്കെ പ്രവാചകന്മാർ പഠിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും മേലൊക്കെ പ്രത്യേകമായ സിദ്ധികൾ ലഭിക്കുന്നത്, അതായത് പ്രത്യേകമായ കഴിവ്, രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട്, നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക കഴിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ശക്തി പുറപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സിദ്ധി അവർ നൽകിയിരുന്നു, വരം നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സൂചന നൽകിക്കൊണ്ട് പ്രവാചകരുടെ പഴയ ഉദാഹരണത്തിന് സാമുവേലിന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യവും ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 30-ാം വാക്യം 11-ാം അധ്യായം 9 ഇവിടെയെല്ലാം ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് ദൈവിക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി
എന്നാൽ വീണ്ടും കൂടുതൽ സ്പഷ്ടമായിട്ട് നമ്മൾ കാണുന്നതാണ് കർത്താവിൻ്റെ അരൂപി പ്രവാചകന്മാരുടെ മേലുള്ളതായിട്ട്. നമ്മൾ യേശയ്യായുടെ പുസ്തകത്തിൽ ജെറമ്യായാലും അപ്പോൾ ബാലനാണ് എനിക്ക് കഴിവില്ല എന്നൊക്കെ പറയുമ്പോഴും ശക്തിപ്പെടുത്തുന്നത് തൻ്റെ ആത്മാവിനെ അയക്കുന്നത്. യെശയ്യാ പ്രവാചകൻ അസ്ഥികൾ താഴെ പോകുമ്പോൾ അവിടെയാണെങ്കിൽ ഈ അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത് കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ടാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തെ പറ്റി നമ്മൾ വായിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് സുവിശേഷഭാഗം പ്രത്യേകിച്ച് ബാല്യകാലത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പരിശുദ്ധാരൂപിതൻ പരിശുദ്ധാത്മാവ് എന്ന പദം തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 1-12 വാക്യത്തിൽ മറിയം പരിശുദ്ധാത്മാവ ഗർഭിണിയായി കാണപ്പെട്ടു. മംഗളവാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ മത്തായി സുവിശേഷം നൽകുന്ന വിവരണമാണ്. വീണ്ടും ഇതേ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവൾ ശിശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് പിതാവിനെ തന്റെ ദൗത്യം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രേരണ നൽകുന്ന ഗബ്രിയേൽ ദൂതന്റെ വചനമാണ്. മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ദൂതൻ പറയുകയാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവിടെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. വീണ്ടും മംഗളവാർത്ത അറിയിക്കുന്ന അവരുടെ എണ്ണം ലൂക്കാസ് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ എന്ന് പറയുന്ന മറിയത്തിന്റെ അഭിനന്ദനങ്ങളെ സ്വസ്തി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗബ്രിയേൽ ദൂതൻ ഉത്തരം നൽകുന്നത് പരിശുദ്ധാത്മാവും എൻ്റെ മേൽ എഴുന്നള്ളും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കും. വീണ്ടും സക്രിയായ്ക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67-ാമത്തെ വാക്യത്തിൽ അവരുടെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി എന്ന് സൂചന നൽകുന്നുണ്ട്. ഒരു വ്യതിരിക്തനായ വ്യക്തി, അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഇവർ 3 പേർക്കും അവരുടേതായ തനിമയുണ്ട്. ആ തനിമയെ പറ്റി സംസാരിക്കുന്നത് കർത്താവ് തന്നെയാണ്. അവിടെ ബൈബിൾ പണ്ഡിതന്മാർ ഉപയോഗിച്ചിരിക്കുന്ന സുവിശേഷകന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് പരാക്ലേഖനാണ്. പരാക്ലേഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസകൻ അല്ലെങ്കിൽ വക്കീൽ എന്നാണ്. അതായത് ന്യായം നടത്താനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഒരുവനെ സഹായിക്കാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നാണ് ആ ഒരു വാക്കിന്റെ വാച്യാർത്ഥം. രണ്ടാമതായിട്ട് സഭാപിതാക്കന്മാർ യഥാർത്ഥത്തിൽ എന്നും സാക്ഷ്യം വെച്ചിട്ടുള്ള പാരമ്പര്യങ്ങൾ. സഭാപിതാക്കന്മാർ ഗ്രന്ഥങ്ങളല്ല, നമ്മൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നടത്തുന്ന ബൈബിൾ വ്യാഖ്യാനങ്ങൾ വരുന്നത് സഭാ പാരമ്പര്യത്തിൽ നിന്നാണ്. ഈ പാരമ്പര്യത്തിൽ ഏറ്റവും വലിയ പ്രേരണയാണ് തങ്ങൾക്ക് ലഭിച്ചിരുന്ന ആ ആളുകൾ ലിഖിത രൂപത്തിലാക്കുകയും ചിലതൊക്കെ വായ്മയായിട്ട് അവതരിച്ചു കൊടുത്തത്. അതോടൊപ്പം പ്രാദേശികമായിട്ടും എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും ജീവൻ തോന്നിക്കുകയും ഈ ആത്മാവിനെ ലഭിക്കുമ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. സഭയിൽ ആത്മാവെന്നും അതോടൊപ്പം പുതിയ സൃഷ്ടിയാണ് ആത്മാവിനെ നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്ഥൈര്യലേഖനത്തിലൂടെ എന്താണ് ലഭിക്കുന്നത്? കർത്താവിനെ ശക്തിയുക്തം പ്രഘോഷിക്കുവാനുള്ള ഒരു പക്വതയാർന്ന ക്രിസ്ത്യാനിയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. കുമ്പസാരം എന്ന ഉദാശ സ്വീകരിക്കുമ്പോൾ ക്രമമനുസരിച്ച് കുർബാനയാണ് വിടുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിലെ പാരമ്പര്യമനുസരിച്ച് ഉപസാരത്തെ ഉദാശയിൽ എങ്ങനെയാണ് വൈദികന് പ്രായശ്ചിത്തം നൽകുമ്പോൾ ആ പ്രായശ്ചിത്തത്തിന്റെ ഒരു ശക്തി പരിശുദ്ധാരൂപിയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ലഭിക്കപ്പെടും. അപ്പോൾ ആ ഉദാശയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. കുർബാനയിൽ വെറും അപ്പവും വീഞ്ഞും കർത്താവിനെ തിരുശരീര രക്തങ്ങളായിട്ട് മാറ്റുന്നത്
പരിശുദ്ധാത്മാവിന്റെ ആവാഹന പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഉദാശവചനങ്ങൾക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ കൈകൾ വെച്ചുകൊണ്ട് കച്ചവടത്തിന് മുന്നിൽ ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഉദാശവചനങ്ങൾ ഉരുവിടുന്നത്. അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പിന്നെ രോഗികൾ, നമ്മളെ രോഗികളായ വ്യക്തികൾക്ക് ഈ ഉദാശ നൽകുമ്പോൾ, ലേപനം നൽകുമ്പോൾ അവിടെയും പ്രധാനപ്പെട്ട ഒരു കർമ്മം പറയുന്നത് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്ന നിശബ്ദമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ ശേഷമാണ് ലേപനമൊക്കെ നമ്മൾ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് വിവാഹമെന്ന ഉദാശയിൽ. ഈ ഉദാശയിൽ നമ്മൾ അനുഗ്രഹം ഈ പ്രാർത്ഥനകളെല്ലാം ഇപ്പോഴേ വിവാഹ ഉദാശത്തിൽ നൽകുന്ന ഓരോ ഇടത്തിലും ദൈവത്തിൻ്റെ നാമത്തിലുള്ള ആശീർവാദങ്ങളുണ്ട്. പിന്നെ ദമ്പതിമാരുടെ ഒരു പ്രാർത്ഥന അത് വളരെ ആഘോഷമായിട്ട് നടത്തുന്നതാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. തിരുപ്പട്ടവണ്ണം ഉദാശയിൽ ഒരുവൻ അഭിഷിക്തനാകുന്നത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനാകുന്നത്. 7 ഉദാശയിലൂടെയും കർത്താവിന്റെ അരൂപി ഇന്നും സഭയിൽ പങ്കുവെക്കുന്നത്. ഇതെല്ലാത്തിനും ഓരമായി നിൽക്കുന്നത് ഈ ഉദാശകളുടെയും പ്രസക്തി സഭയ്ക്ക് പുറമെ ഈ ഉദാശകളുടെ പ്രസക്തി ഒന്നും ചോദിച്ചാൽ ആ പ്രസക്തി ഇല്ല. കൂടാതെ സഭയിൽ നടത്തുവരുന്ന വേറെ ശുശ്രൂഷ, ഉദാഹരണത്തിന് ചെറുതെങ്കിലും ഈ സെക്യൂർ അല്ലെങ്കിൽ വലിയ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും. കാരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സിദ്ധികൾ ലഭിച്ചിട്ടുണ്ട്. പ്രവചനപരം, ഭാഷാപരം അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിന്റെ വരവും ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ വിഷയം നൽകുന്നത്. അപ്പസ്തോലികവും പ്രേക്ഷിത പ്രവൃത്തിപരവുമായ ജീവിതത്തിന്റെ അടയാളങ്ങൾ നമുക്കറിയാവുന്നതുപോലെ പല വ്യക്തികളും തങ്ങളുടെ, അത് പുരോഹിതർ മാത്രമല്ല, പുരോഹിത അഭിഷിക്തരാണ്, അതുകൂടാതെ തന്നെ ധാരാളം വ്യക്തികൾ കർത്താവിന്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ നന്മ പ്രവർത്തികൾ അവർക്ക് ആ ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ്. ഇവർക്ക് പ്രഘോഷിക്കാനായിട്ട് സർവ്വതം ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യമായിട്ട് അവർ ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വീണ്ടും നമ്മൾ അവസാനം വിശുദ്ധരുടെ ജീവിത സാക്ഷ്യത്തിലാണ്. ഒരു വ്യക്തി വിശുദ്ധനായി പുറത്തുവിടുന്നു അല്ലെങ്കിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ രൂപതയിൽ തന്നെ ആരംഭിച്ചിട്ടുള്ള നവപ്രക്രിയയാണ് നമ്മുടെ അതിയോദാത്തോസ് വാസ്തവത്തിൽ ഒരു മിഷണറിയാണ്. അദ്ദേഹത്തിന്റെ നാമകരണ പ്രക്രിയ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയിൽ ജീവിതവിശുദ്ധി ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിശുദ്ധിയോടുകൂടി തന്റെ ജീവിതം നയിക്കാൻ സാധിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രചോദനം, ശക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അഭിഷിക്തനായിരുന്നത് പോലെ തന്നെ ആ വിഷയത്തിൽ ഒരു എങ്ങനെയെങ്കിലും കടന്നു പോകുന്ന വ്യക്തിയല്ല. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീക്ഷ്ണമായിട്ട് കർത്താവിനെ പ്രഘോഷിക്കുകയും പൈശാചിക ശക്തികളെ പോലെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൃപ ലഭിച്ചിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ലഭിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഇങ്ങനെയാണ് ഒരേ ആത്മാവ് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. വൈദികനായെങ്കിലും പലപ്പോഴും എൻ്റെ മനസ്സിലാക്കുന്നത് കുറെ തത്വങ്ങൾ പഠിക്കുമെങ്കിലും ചിലപ്പോഴൊക്കെ ചില സംശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ വൈദികനായി ആദ്യ കാലഘട്ടത്തിൽ ഞാനൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ കുമ്പസാരക്കാരനായിട്ട് സേവനം ചെയ്യുന്നു. ഏതാണ് 6 വർഷത്തോളം സഹോദരിയായിരുന്നു ഇരുന്നത്. ഈ ആദ്യ 4 വർഷത്തിൽ അപ്പോൾ പ്രാഥമികമായിട്ട് ഒത്തിരിയേറെ അവസരങ്ങളുണ്ട്. ഒത്തിരിയേറെ സംശയങ്ങൾ നമ്മൾ ദൈവശാസ്ത്ര ക്ലാസ്സുകൾ പഠിച്ച് ചിലർക്ക് ഭാഷ മനസ്സിലാക്കാനായിട്ട് ഉൾക്കൊള്ളാൻ പഠിക്കുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ യാമപ്രാർത്ഥന ചൊല്ലുന്ന അവസരത്തിൽ അവിടെ സഭാപിതാവ് ആരാണെന്ന് ഓർക്കുന്നില്ല, അദ്ദേഹം ഇതേപ്പറ്റി പറയുന്നുണ്ട്. ഒരേ ആത്മാവ് എപ്രകാരം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതിന് അദ്ദേഹം ഒരു ഉദാഹരണം നോക്കുകയാണ്. മഴ പെയ്യുന്നതാണ് ഉദാഹരണം. മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിന്
പക്ഷെ അത് സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ, സ്വീകരിക്കുന്ന വസ്തുക്കളിലുള്ള മാറ്റം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഒരു നനഞ്ഞ നിലത്ത് ഒരു വ്യക്തി കിടക്കുകയാണെങ്കിൽ ഈ മഴവെള്ളം വീഴുമ്പോൾ അത് മുളയ്ക്കും. അതേ ക്യാമ്പസിൽ തന്നെ, ആ ഒരു തോട്ടത്തിൽ തന്നെ ഒരു മുളച്ച സസ്യം നിൽക്കുകയാണെങ്കിൽ അത് മഴവെള്ളം വീഴുമ്പോൾ അത് വളരുന്നു. ഈ വളർന്നു നിൽക്കുന്ന സസ്യം മുഴച്ചേണ്ടിരിക്കും. അത് പക്ഷെ പലതരത്തില്ല. ഈ മഴവെള്ളം വീഴുമ്പോൾ അത് ഫലം നൽകുന്നുണ്ട്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. ഒരേ പരിശുദ്ധാത്മാവും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരേ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. പക്ഷെ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിലേക്ക് വേണ്ടിയാണ്. ബോധാശകൾ പരികരണം ചെയ്യാനാണ്, പ്രത്യേകിച്ച് വികസിപ്പിക്കാനും അനുരചിത ബോധാശനൊക്കെ പരികരണം ചെയ്യാനുള്ള പ്രത്യേക ഉപകരണമാണ്. അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. സൈന്യം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അതനുസരിച്ചുള്ള ക്രിസ്തീയ പക്വതയാകുന്ന കർത്താവിന് വേണ്ടിയിട്ട് പോരാടുവാനുള്ള, ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുവാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഒരുമിച്ച് പോയി ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കിതിലൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ സമൂഹമായിട്ട് ആയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പരിപാടികളും പലപ്പോഴൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തിരുസഭ ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റത്തരമേ ഉള്ളൂ. കർത്താവിന്റെ അരൂപി ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ചരിത്രം പുരാതന കാലം മുതൽ കഴിഞ്ഞാൽ വളരെ ശക്തന്മാരായ രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലോകത്തെ റോമാ ചക്രവർത്തിമാരോട് വളരെ ശക്തമായിട്ട് വളരെയേറെ യൂറോപ്പിലെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഏഷ്യ വരെ, പാലസ്തീന പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലെ രാജാക്കന്മാരായിരുന്നു റോമാ ചക്രവർത്തിമാർ. പിന്നെ ഗ്രീക്ക് സംസ്കാരം നോക്കുമ്പോൾ, ഇവിടെ സംസ്കാരം നോക്കുമ്പോൾ അവിടെയാണ് അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ ശക്തമാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഈ മുഗൾ രാജവംശം, മൗര്യ സാമ്രാജ്യം, പിന്നെ സാമ്രാജ്യം ഇതെല്ലാം ഉണ്ടായിരുന്നു. വളരെയേറെ പ്രശസ്തമായ ചില കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ചില കെട്ടിടങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ചരിത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? റോമാ സാമ്രാജ്യത്തിന് എന്ത് സംഭവിച്ചു? ഗ്രീക്ക് സാമ്രാജ്യത്തിന് സംഭവിച്ചു? അല്ലെങ്കിൽ മുഗൾ രാജവംശമായിരുന്നാലും ഇന്ത്യയിലെ മറ്റ് രാജവംശമായിരുന്നാലും എന്ത് സംഭവിച്ചു? അധികം പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും ചില നേതാക്കളും ഇന്നത്തെ കാലത്ത് 100 വർഷങ്ങൾക്ക് ഇപ്പുറം പിറന്ന അല്ലെങ്കിൽ ശക്തന്മാരായ വ്യക്തികൾ, ചില രാഷ്ട്രീയ സംഘടനകളുണ്ട്. എത്ര കാലമാണ് ഒരു രാഷ്ട്രീയ സംഘടന തനതായി തുടങ്ങിയതുപോലെ നിൽക്കുന്നത്? ഒരു സംഘടനയും അത് നീണ്ടു നിൽക്കില്ല. ഒരു നിശ്ചിത ഘട്ടത്തിൽ വരുമ്പോൾ അത് അവസാനമുണ്ട്. എന്നാൽ തിരുസഭ, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അന്ന് പാലസ്തീനയിൽ ആരംഭിച്ച സെക്യൂരിറ്റിയിൽ ധ്യാനിച്ചിരുന്ന ആ ഒരു അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലായിടത്തും പോയി. ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായ പള്ളികൾ ഉണ്ടായിട്ടുള്ളത്. വിശ്വാസങ്ങളോ പലപ്പോഴും ചിതറിയൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഒരു ഘട്ടം ഒരുപക്ഷെ സാമ്പത്തികരോടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ വൈദികരോടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാതൃകകളായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരമൊക്കെ പലരും പറഞ്ഞു പോയി. എങ്കിലും സഭ നശിച്ചത് ഞാൻ നിങ്ങളോട് നോക്കിയത് സാക്ഷിയുടെ മേളയിൽ നമുക്ക് ഒത്തിരി ആദ്യം മുതൽ ഈ ദേവാലയ സ്ഥാപിതമായതിനുള്ള വൈദികരുടെയൊക്കെ ആ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ വച്ചിരിക്കുകയാണ്. ഒത്തിരിയേറെ സന്യാസ വൈദികരാണ് നമ്മുടെ രൂപയുടെ വൈദികന്മാർ ത്യാഗത്തോടുകൂടെ സേവനമനുഷ്ഠിച്ചു.
പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ക്രിസ്തീയ സമൂഹം നശിച്ചു പോയിട്ടില്ല. ഇന്ന് പുതുമയോടുകൂടി ഓരോ വർഷങ്ങളിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് ഇന്നിവിടെ ഈ ഒരു വികരണത്തിനായി നമ്മൾ കുറവാണെങ്കിൽ പോലും വരാനാണ് നമ്മൾ ചെറിയൊരു സമൂഹമെങ്കിൽ ഇവിടെ കൂടുന്നത്. ഒരുപക്ഷെ ഞായറാഴ്ച എല്ലാവരും പരിപാലിക്കും, ഇട ദിവസം എന്നെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ ചരിത്രം നോക്കുമ്പോൾ ഭാരതത്തില് അത് പഠിക്കാറില്ല. സഭയിൽ ഇരുണ്ട യുഗമൊക്കെ സഭയിൽ സംഭവിച്ചിരുന്നു. അത്രയും മാതൃകളൊക്കെയാണ്. ഒരു വശത്ത് ഫ്രാൻസിസിയും വിശുദ്ധ ഡൊമിനിക്കും അതുപോലെയുള്ള വിശുദ്ധ ആൽബർട്ട് പോലെയുള്ള മഹാന്മാരെ വിശുദ്ധന്മാരുണ്ടായിരുന്നു. മറുവശത്ത് ബഹുമാനം നൽകിയിരുന്ന സഭാധികാരികൾ തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും കർത്താവ് തന്റെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാനുഭവിക്കുള്ളതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. നമുക്ക് ഈ വചനം ശ്രമിക്കാൻ പുതാശകൾ സ്വീകരിച്ചു മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് ഈ ഒരു വിശ്വാസത്തിൽ ആളുകളോട് നമുക്ക് ജീവിക്കാം. നമ്മളെപ്പോഴും പരിശുദ്ധ തത്വത്തെ വണങ്ങിക്കൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിക്കൊണ്ട്, കർത്താവിന്റെ ചൈതന്യം തേടിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ വെറുതെ ആചാരങ്ങൾ നടത്തുന്നവരല്ല, ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ബലികളും ഒക്കെ സമർപ്പിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ പക്കലാണല്ലോ നിത്യജീവന്റെ വാക്കുകൾ പ്രഖ്യാപിച്ച വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെയും രൂപതാധ്യക്ഷൻ അഭിനയാമിസൻ സമയം പിതാവിനെയും സഹായമെത്രാൻ സെലവൻ പിതാവിനെയും ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാരണത്ത് വഹിക്കുന്ന ഡോക്ടർ അലോഷ്യസ് സത്യനേശനെയും ഞങ്ങളുടെ ഇടവകകാരി സ്നേഹപരിമാനുള്ള അധീശത്തിനെയും മറ്റ് വൈദിക സന്യസ്തർ ആത്മായ പ്രേക്ഷകർ എന്നിവരെയും അങ്ങേ കരത്താൽ സമർപ്പിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ വിശ്വാസ സമൂഹത്തെ ശരിയായ പാതയിൽ നയിക്കാനുള്ള കൃപാവരങ്ങൾ
അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതിസ്വാഭാവികമായ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മനസ്സുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജേതാവും മൗത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയമോട് നിൽക്കവയും സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോപണം ചെയ്തു ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിൻ്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടുന്ന് എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രവൃത്തി ഉപേക്ഷിക്കാനല്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസ്സും ഉറവിടവുമായി അവിടുന്ന് എത്തിച്ചേരുന്നിടത്ത് അവിടുത്തെ അംഗങ്ങളായി ഞങ്ങളും ഒന്ന് ചേരുന്നത് ഉറപ്പുവരുത്താനാണല്ലോ. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകലജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവരെ ആസ്വദിച്ചുകൊണ്ട് അങ്ങേ മൊത്തത്തിൻ്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. Yeah.
ദൈവത്തിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ വിയർപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലികൾ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഈ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള കൃത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ പ്രധാനമായ ഭാഗ്യപ്രകാശങ്ങളോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ദീപയോടും എല്ലാ വിശുദ്ധരോടൊത്ത് അങ്ങേ സന്നിധികളിലൂടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അന്ത്യജനത്തിൻ്റെയും ബലിയും സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും സഹമെത്രാനായ സെൽവരാജനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടുമൊത്ത് അങ്ങ്
അങ്ങ് നേടിയെടുത്ത സകലജനങ്ങളോട് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന ഈ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവണമായി കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടറിയണമേ. കരുണയായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയയുടെ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവോടെ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു കൂടിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും ആമേൻ. എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിന് പാർത്ത് അങ്ങേ തിരുവുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കരുത്. Yeah.
നാളിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് വചന സന്ദേശം നൽകിയത് സ്നേഹപൂർവ്വമുള്ള ഡോക്ടർ അലൂഷ്യസ് സത്യദേശൻ അച്ഛനാണ്. അച്ഛനിപ്പോൾ നമ്മുടെ പെരിയാട് സെമിനാരിയിലെ വൈസ് റെക്ടറായിട്ടാണ് സേവനമനുഷ്ഠിക്കുക. വർഷങ്ങളോളം അച്ഛനിപ്പോൾ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിലാണ് പ്രധാനമായും പങ്കുവച്ചുകൊണ്ടിരിക്കുക. ഞാനും അച്ഛനും ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ റീജനായിട്ട് ആദ്യമായിട്ട് വരുന്നത്. റീജൻ എന്ന് പറയുന്നത് ഫിലോസഫി കഴിഞ്ഞ് ഒരു വർഷം ഇടവകയിലോ രൂപതയിലോ എവിടെയെങ്കിലുമൊക്കെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു വർഷ സമയം സെമിനാരിലാണ് അച്ഛൻ വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിയിൽ പഠിക്കുന്ന സമയം അച്ഛൻ്റെ തീക്ഷ്ണമായ ഹാർഡ് വർക്കോട്ടല്ലാതെ എല്ലാവരുടെയും നിലനിർത്തുക, എല്ലാവരോടൊപ്പമായിരിക്കുക, നന്നായിട്ട് ഗാനങ്ങളൊക്കെ പരിപോഷിപ്പിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഓർഗൻ വായിക്കും. ഇങ്ങനെയൊക്കെ അച്ഛൻ വളരെയധികം സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വൈദികനായിട്ട് പോയത്. അത് കഴിഞ്ഞ് റോമിൽ പോയി പഠിക്കുകയും അവിടെ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ച് നമ്മുടെ രൂപതയിൽ വന്ന് വൈസ് റെക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നതാണ്, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്നതാണ് ചോദ്യം. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തു നിന്നുള്ളൊരു ചിന്തയാണ് അച്ഛന് വ്യാഖ്യാനിക്കാനായിട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള വിഷയങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വൈദികന്റെ തന്നെ വളരെ വിശാലമായ പ്രസംഗ ചാതുര്യത്തെയും വാക്കുകളെയും ഒക്കെ കെട്ടി മുറുക്കപ്പെടേണ്ട അവസ്ഥയിലോട്ട് പോകും. അച്ഛൻ വന്നപ്പോഴേ പറഞ്ഞു, നീ എനിക്ക് തന്ന വിഷയം അല്പം കട്ടികൂടി പോയിട്ട് സത്യമാണ്, കട്ടികൂടിയ വിഷയമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ചെറിയ പൊട്ട ബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധത്വത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച വിസ്താക്കസ്റ്റിൽ പ്രകാരം കടലിൽ നിന്ന് വെള്ളം കോരി വറ്റിക്കുന്ന ഒരു കുത്തിനെ പോലെ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം പറയുന്ന പ്രകാരമാണ് എങ്ങനെ ഈ കടലിൽ നിന്ന് വെള്ളം കോരി വറ്റിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെയാണ് ഈ ത്രിത്വത്തെ കുറിച്ചുമൊക്കെ പഠിക്കാൻ അറിയുവാനുള്ള ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സ്. പ്രത്യേകിച്ച് നിലനിർത്തുകയും ഞാനിങ്ങനെ ശ്രദ്ധാപൂർവം ശ്രമിക്കുന്നു ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നാണ് അച്ഛൻ തുടങ്ങുന്നത്, എങ്ങനെ അവസാനിപ്പിക്കും ഈ വിഷയത്തെക്കുറിച്ച് ഒരാഴമായ ഒരു ദൈവശാസ്ത്ര പഠനമാണ്. അതുകൊണ്ടാണ് കഥയും കവിതയും ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള വചനങ്ങളൊന്നും പറയാതെ പക്ക തിയോളജിക്കലായിട്ട് അച്ഛൻ വചനം വിചിന്തനം ചെയ്തത്. പലപ്പോഴും ഉറങ്ങു പോകാനുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ട് മനസ്സ് പോലെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് ഈ വചനം വിചിന്തനം ചെയ്യുന്നതോടെ കടന്നു പോകും. ഉൽപ്പത്തി പുസ്തകം മുതൽ പ്രവാചകന്മാരുടെ സംഗീതന്മാരോടെയൊക്കെ എത്തി അവസാനം പുതിയ നിയമത്തിൽ വന്ന് അവസാനം ഇന്ന് വായിച്ച വായനയിൽ അതിനേക്കാൾ ഉപരി കത്തോലിക്ക മതത്തിന്റെ ബന്ധം CCC അതായത് കേരള കാത്തലിക് ചർച്ചിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അച്ഛൻ ഉദ്ധരിക്കുകയുണ്ടായി. കൂദാശകളിലൂടെ എപ്രകാരമാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അച്ഛനെ നമ്മളെ ഓർമ്മിപ്പിച്ചു. വളരെ ആഴമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏകദേശം 45 മിനിറ്റ് അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. വേറെ പ്രത്യേകിച്ച് അവസാനമായിട്ട് ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. സത്യത്തിൽ പരിശുദ്ധാത്മാവ് ശക്തിയാണോ വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് ശക്തിയാണോ വ്യക്തിയാണോ? ശക്തിയാണോ വ്യക്തിയാണോ? ശക്തിമാൻ. പരിശുദ്ധാത്മാവ് വ്യക്തിയാണോ ശക്തിയാണോ? ഇത് നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് വരും. നാളെ ഞാൻ ചോദിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി വചന
സ്നേഹബഹുമാനമുള്ള അലോഷ്യസത്തിനെ സൂചന പാലോയുടെ പേരിൽ ഏറ്റവും കൃത്യമായി നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ ദിവ്യബലി നേതൃത്വം സെൻട്രൽ ഫോഴ്സ് BCC യൂണിറ്റാണ്. യൂണിറ്റ് ലീഡറുകൾ, അതുപോലെ തന്നെ മറ്റു ഭാരവാഹികൾ, BCC എല്ലാവരെയും സ്നേഹത്തോടെ അവരുടെ എല്ലാവിധ ഒരുക്കങ്ങളെ നന്ദി പറയുന്നു. വൈദ്യുതികളുടെ ഭക്ഷണം അവർ ക്രമീകരിച്ചു. സ്നേഹത്തോടുകൂടി ദിവ്യബലി നേതൃത്വം ഏറ്റെടുത്ത സെൻട്രൽ ഫോഴ്സ് BCC യൂണിറ്റിനെയും ഏറ്റവും കൃത്യമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവ്യബലി നേർച്ചയെ സമർപ്പിച്ചത് ആൽബിയ അലക്സാണ്ടറാണ്. അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ നാളെ 3-ാം തീയതി ചൊവ്വ കൃത്യം 5:15 തന്നെ ജപമാല തുറക്കുക. നിങ്ങൾ കൃത്യസമയത്ത് തുടങ്ങിയെങ്കിൽ വിശുദ്ധ തുകയാണ് കട്ടായി പോകും. അതുകൊണ്ട് ഏത് BCC ആണെന്ന് ചോദിച്ചാൽ നാളെ സെൻറ്റ് ജോസഫ് BCC ആണ്. കൃത്യം 5:15 മണിക്ക് ജപമാല ലിറ്ററി തുകയ, കൃത്യം 6 മണിക്ക് തിരുനാൾ ദിവ്യബലി. മുഖ്യ കാർമ്മികൻ വെല്ലൂർ ഫാദർ റോബർട്ട് വിൻസെന്റ്, ഡയറക്ടർ രൂപത പ്രൊപ്പറാറ്റി ഇടവകാരി വലിയാപുരം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ദിവ്യബലിക്ക് എത്തുവാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടുകൂടെ ആയിരിക്കണമെന്ന് സ്വർഗീയ രഹസ്യങ്ങൾ അങ്ങ് പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിതശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു.
പോടാ.